അപ്പോടെ സീനിയർ ഡ്രൈവിംഗ് എന്ന ഒരാൾ ലൊക്കേഷൻ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി. പക്ഷെ എല്ലാവരും അമ്പലത്തിൽ കയറും, രണ്ടാൾ കയറും, ബാക്കി ആരും കുളിച്ചിട്ടില്ല. ഒരാൾ അമ്പലത്തിൽ കയറിയാണ് നേരെ ചന്തയിൽ കയറി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ മൈൻഡിൽ വന്നതാണ്. 2-3 ആൾ കുളിച്ചിട്ടില്ല. ഇതിൻ്റെ ബാക്കിലുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ആ ഗുഹേൻ്റെ ഉള്ളിൽ അങ്ങനെ പുറത്തേക്ക് ചെയ്ത വൈബ്. കുറേ ആൾക്കാർ സൈക്കിളെടുത്ത് കുറേ ആൾ വാക്കിങ് എന്താ രസമാണെന്ന് നോക്കിയിരുന്നപ്പോൾ നമ്മൾ നേരെ പോയിൻ്റെ അവിടെ പോയിരുന്നു. ഇത് വൈബ്. ഈ വ്യൂ കാണുമ്പോൾ ഒരാളുടെ പ്ലാനിങ് ഭയങ്കര. നമ്മളവിടെ ചായയിലും പറഞ്ഞ അവിടെ ഇങ്ങനെ നടന്ന് നമ്മൾ 4 ആൾ, ബാക്കി 2 ആൾ എന്താക്കി മടി വന്നിട്ട് കാറിൽ പോയിരുന്നു. ഒരാൾ ക്യാമറയിൽ കാണുന്നില്ല എന്ന് വെച്ചാൽ ക്യാമറയിൽ നിന്ന് സീനോ എന്ന് പറഞ്ഞ് നേരെ മുന്നിൽ പോയി നിൽക്കുന്നു. നമ്മൾ വിടും, നമ്മൾ ക്യാമറയിൽ എടുത്തതല്ലേ. നേരെ എന്നിട്ട് ഈ സ്ഥലമെല്ലാം കാണാൻ ഫുള്ളും ഏത് അമ്പന് വൈബാക്കി വെച്ചിരുന്നു സെറ്റാക്കാന്ന് പറഞ്ഞാലും പറഞ്ഞ ഫോട്ടോ എടുക്കാറുണ്ട് ഫുള്ള്. പിന്നെ ഫോട്ടോഷൂട്ട് തുടങ്ങി. അവിടെ ഭയങ്കര ഷൂട്ടിങ് ആണ് പറഞ്ഞു. വേറെ ഒരു അമ്പലമുണ്ട്, ഓക്കെ സ്ഥലം. ഓ ഏതല്ലേ വാ സ്ഥലം കാണാൻ നമ്മളങ്ങനെ ഇവർ ഫോട്ടോ എടുത്ത് തരൂല, അവർ വരുമൊന്നുമില്ല. അപ്പം ഞാൻ അപ്പോസറിനെ വിളിച്ച് ഞാൻ പോയി നമ്മൾ 2 ഉള്ളിലേക്ക് ഓരോ സ്ഥലങ്ങൾ കാണാം. ഏതാ വൈബ് മൊത്തം സ്ഥലം വ്യൂ. രാവിലെ തന്നെ ഒന്നും ഇതൊന്നും തോന്നില്ല. ഇതൊരു 11 മണിയാകുമ്പോൾ വരണോ, എന്താ രസം അറിയോ. ഫുള്ള് ചന്തയാണ്. നോക്കിയതാ കുറച്ച് കാര്യങ്ങൾ കാണാം. ഇതെല്ലാം പൊത്തി വെച്ചിട്ടുണ്ട്, പണ്ടത്തെ ഓൾഡ് ഐറ്റംസ്. ഇതെല്ലാം കണ്ട് ഫുള്ള് പണിഞ്ഞ മോഡൽ തന്നെ പണ്ടത്തെ ചന്തകളിൽ. ഈ വ്യൂ തന്നെ നോക്കിയാൽ എന്താ രസം. നിങ്ങൾക്ക് തന്നെ തോന്നുന്നു. ഈ ബിൽഡിങ് ഷോപ്പുകളെല്ലാം ഇതെല്ലാം ഷോപ്പാണ്. രാവിലെ തന്നെ എന്താ എല്ലാ ഷോപ്പുകളാണ്, എല്ലാം പൂട്ടിയിട്ടുണ്ട്. ഇതൊരു 11:50 ഇവിടെ വരേണ്ടത്. നമ്മൾ രാവിലെ തന്നെ ഒന്നും ഉണ്ടെന്ന്, പക്ഷെ തിരക്കില്ലാണ്ട് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുക. നല്ല വൈബായിരിക്കും. ചിലപ്പോൾ വൈകിട്ട് ഇതിൽ പോകണമെന്ന് തന്നെ അറിയില്ല. നോക്കിയാൽ ഫുള്ള് കൺഫ്യൂഷനായി. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രാവിലെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫീൽ വെച്ചാൽ ഇങ്ങനെ നടക്കാം. നാട്ടിലെ കോട്ടയിൽ നടക്കുന്നില്ലേ, ആരുമില്ല, ഫ്രീ ആക്കി എന്താ രസം. മറ്റേ ഉച്ചകളൊന്നും ഫുള്ള് ക്രൗഡായിരിക്കും ഇവിടെ. വീട് തിരുമ്പോഴാന്ന് ഒരു ചന്ത തുറന്നിട്ടാണ്. അപ്പോൾ വേഗം അടപ്പമെന്ന് വിചാരിച്ചു എന്തുകൊണ്ട് നോക്കാമല്ലേ. നമ്മൾ നോക്കുമ്പോൾ ഒരു ചന്ത തുറന്നു കണ്ട് അങ്ങനെ കാണിച്ചാൽ പല ഐറ്റംസ് ആയിരിക്കും ഇവിടെ ഇല്ലത്. ഓക്കെ, അതിൻ്റെ അപ്പുറത്ത് വിൻറ്റേജ് സാധനങ്ങളുണ്ട്, അത് വീട് എടുക്കുക. എന്തെല്ലാം സാധനങ്ങൾ, പ്രതിമ, അത് ഇത് നമുക്ക് എന്ത് വീട് എടുക്കാൻ എനിക്ക് തന്നെ അറിയില്ല. അതിന് കാറിൻ്റെ കളക്ഷൻ ഉണ്ട്. എൻ്റെ പൊന്നെ എല്ലാം വാങ്ങിയിട്ട് റൂമിൽ കൊണ്ടാക്കാൻ തോന്നുന്നു. എന്തെല്ലാം മോഡൽ, അതിനൊരു പ്രതിമ നോക്കണം, ഇതാ ക്യൂട്ട്. എന്തൊക്കെയാണ് എന്നുള്ളൊരു വീഡിയോ എടുത്ത് നമ്മളത് എങ്ങനെ സാധനത്തിന് നോക്കി. എന്തെല്ലാം സാധനങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് എനിക്കല്ലേ കൊതി തീരുന്നില്ല. എന്തെല്ലാം പണ്ടത്തെ രാജാക്കന്മാർ യൂസ് ചെയ്ത എല്ലാ ഇതുകൊണ്ടു ഫൈറ്റ് ചെയ്തതാ കിരീടം, അത് ഇത് നോക്കി. ഇങ്ങനെ സ്ലോലി നോക്കിയതേ. ഇതാ പല രൂപങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കിട്ടാ. അവരാണെങ്കിൽ വിളിച്ചുകൊണ്ടിരുന്നിട്ട് പറയുന്നത് ബേമ്പാ 2 കണ്ടായി 2 കാറിൽ മടിയന്മാരായിട്ട് ഇരിക്കുന്നു. ഇതെല്ലാം കണ്ട ആഫ്രിക്കൻ സിനിമയിൽ എന്തെല്ലാം സംഭവങ്ങൾ കയറില്ല. അവർ വിളിച്ചുകൊണ്ട് നമ്മൾ പോകാൻ നിൽക്കുന്നു. കണ്ടു തീരാത്ത നമ്മളെ സങ്കടം. നമ്മൾ ആദ്യം ബാത്റൂം പോയി മൂത്രച്ച് തീർക്കയച്ച് നോക്കുമ്പോൾ അതും വിൻറ്റേജ് പൈപ്പ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് പപ്പോട്ടം പറയുന്നു, നീ ഇതെങ്കിൽ വെറുതെ വിടാ, വീഡിയോ എടുക്കില്ല പോവുക. അവർ കിരീടി പറയുന്നത് അടുത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ച നോക്കി. ഇതാ വരുത്ത എൻട്രി. അതും കണ്ട് നിൽക്കുമ്പോൾ അപ്പോട്ടം പറഞ്ഞു അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളാണെങ്കിൽ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓടണം എന്തെങ്കിലും ചിലപ്പോൾ പറയായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് നല്ല കഴിച്ചു. നമ്മൾ ലൈറ്റാക്കി അതിൻ്റെ ഒരു ദേഷ്യം അവർക്കുണ്ടായി. പിന്നെ ആ പാട്ടെല്ലാം വെച്ച് ഡാൻസ് വൈബല്ലായി നമ്മൾ എല്ലാവരും കൂടി. നല്ല പാട്ടെല്ലാം പാടി അങ്ങനെ എൻ്റെ റൂമിലെടുത്ത് ഇവർ കൊണ്ടാക്കി. ഇപ്പോൾ ഇവരോട് ഞാൻ ബായ് പറഞ്ഞ് പോകുന്നു. ഭയങ്കര സങ്കടമുണ്ട്. ഇന്നത്തെ മൂമെൻറ്റ് നല്ല രസമായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗൈസ്. ശുഭം. ബാക്കി നാളെ.